പത്തനംതിട്ടയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ LDF 6 പഞ്ചായത്തിലും UDF 10 പഞ്ചായത്തിലും ലീഡ് ചെയ്യുന്നു എന്നാണ് അവസാനത്തെ കാഴ്ച. ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ ജില്ലാ പഞ്ചായത്തിന്റെ അവസാനത്തെ കഥ തിരുവനന്തപുരത്ത് 3 LDF ലീഡ് ചെയ്യുന്നത്. UDFന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. NDA ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കോർപ്പറേഷന്റെ കണക്ക്. ഏറ്റവും അവസാനത്തേത് പരിശോധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF 10, NDA 12, UDF 4 എന്നാണ്. വിജിൻ വായന്തോട് UDFന്റേത് ഒരു 3 അക്കം കൂടി. UDF വാർഡുകൾ ഉയർത്തുന്നു എന്നുള്ളത് ഇക്കാര്യത്തിൽ പറയാം. UDF 4 നിലവിൽ ഇപ്പോൾ 4 UDF, 12 NDA, 10 LDF. UDFന്റെ അപ്രതീക്ഷിത മുന്നേറ്റം എന്ന് പറയാം. കാരണം പേട്ട വാർഡിൽ അത് LDFന്റെ സിറ്റിംഗ് വാർഡാണ്. ഒപ്പം തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജൂർ P. ബാബു മത്സരിക്കുന്ന വാർഡിലാണ് നിലവിൽ ഇപ്പോൾ UDF മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, UDFന് ചെറിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കാണേണ്ട കാര്യം. പക്ഷെ എന്നാൽ തന്നെയും ഇത് ആശാവഹമായിട്ടുള്ള ഒരു സംഗതിയല്ല. നമ്മൾ ഇടുക്കിയിലേക്ക് പോയാൽ LDF 13 UDF 13 ലീഡ് ചെയ്യുന്നു. ഇഞ്ചോടിഞ്ചാണ് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ നിന്ന് കാണാം. ഇടുക്കിയിൽ എറണാകുളത്ത് UDF 23 പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പൊതുവായ ചിത്രം എന്ന് കാണാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റികളുടെ ഏറ്റവും അവസാനത്തെ കണക്കെടുത്താൽ കണ്ണൂരിൽ 5 മുനിസിപ്പാലിറ്റിയിൽ LDFും ഒരിടത്ത് UDFും ലീഡ് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ അവസാനത്തെ കണക്കെടുത്താൽ വയനാട്ടിൽ LDF 4 UDF 12 ലീഡ് ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അവസാനത്തെ കണക്കെടുത്താൽ പത്തനംതിട്ടയിൽ LDF 3 UDF 4 ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ LDF 3 UDF 3 ലീഡ് ചെയ്യണം. അവിടെ NDA എവിടെയും കാണുന്നില്ല എന്നത് കാണാം. അപ്പോൾ പൊതുവായ സ്ഥിതി LDFന് അനുകൂലമാണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാര്യം. പക്ഷേ എന്നാലും ഇതൊരു ഒരു വലിയ മുന്നേറ്റം എന്ന് പൂർണ്ണമായും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയാത്ത അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ പലയിടത്തും LDF പ്രവർത്തകരുടെ വിജയാഹ്ലാദ പഠനം, കാസർകോട്ടേക്ക് പോയാൽ അവിടെ UDFകാരുടെ വിജയാഹ്ലാദ പഠനം കാണാം. ജില്ലാ പഞ്ചായത്തിൽ 1 നിന്ന് കുതിച്ച് UDF മുന്നിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ മുന്നേറ്റം കാണാം. 6-7 എന്നാണ് ജില്ലാ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ ഒരു ജില്ലാ പഞ്ചായത്തിലും പൂർണ്ണമായ വാർഡുകൾ എണ്ണിക്കഴിഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ജില്ലാ പഞ്ചായത്തിൽ 6 LDFും 7 UDFും ലീഡ് ചെയ്യുന്നു എന്നാണ് കാഴ്ച. കോർപ്പറേഷന്റെ കണക്കെടുത്താൽ 3-1 എന്നാണ്. ചില കോർപ്പറേഷനിൽ ഇപ്പോൾ കണ്ണൂരിൻ്റെയൊക്കെ കണക്കാര്യം എടുത്താൽ കണ്ണൂർ കോർപ്പറേഷനിലെ കണക്കുകൾ വളരെ പതിയെ പുറത്തു വരുന്നു. ആകെ 3 വാർഡുകളിലെ മാത്രമേ നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കണ്ണൂരിലേത് കോൺഗ്രസ് നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാർഡാണ് എന്ന പ്രത്യേകതയുള്ളത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. അപ്പോൾ അത് എന്തുമാത്രമാണ് അവർക്ക് ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിയുക എന്നത് ഉറ്റുനോക്കണം. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കിൽ നമ്മൾ പുതിയൊരു കണക്ക് ഇടുക്കിയിൽ UDF 5 LDF 1 എന്നാണ്. ഇടുക്കിയിൽ നിന്ന് ആഷിക്കിനെ ഒന്ന് വേണം. എന്താണ് ഇടുക്കിയുടെ പൊതുചിത്രം എന്ന് നമുക്കറിയാം. ഇടുക്കി, കോട്ടയം പോലെയുള്ള മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ കണ്ണൂർ കോർപ്പറേഷനിൽ LDF 1 UDF 2 NDA 2 എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. NDA അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കുമോ എന്നറിയണം. ബിജീഷ് ഗോവിന്ദിനെ കൂടി വേണം. എന്താണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടക്കുന്നത് എന്നറിയാൻ ബിജീഷ്, കണ്ണൂർ കോർപ്പറേഷനിലെ കണക്ക് കുറച്ചുകൂടി വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ NDAയുടെ 2 കാണുന്നു. അതെ, തീർച്ചയായും NDAക്ക് ഒരു കുതിപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ 2 ഡിവിഷനുകളിൽ NDAയും അതുപോലെ തന്നെ UDF 2 ഡിവിഷനുകളിലും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. LDF ഒരു സ്ഥലത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ആദ്യം LDFനായിരുന്നു 2 ഡിവിഷനുകളിൽ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി മറിഞ്ഞ് NDA 2, UDF 2, LDF 1 എന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ വോട്ട് എണ്ണൽ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അതിന്റെ അപ്ഡേഷൻസ് കിട്ടുന്നതിലും അതാണ് ഒരു തടസ്സമായി നിൽക്കുന്നത്. നിഷാദ്, ശരി, എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിലെ ഫലസൂചന കൂടുതൽ പുറത്തു വരാനുണ്ട്. ഇപ്പോഴത്തെ വന്നിട്ടുള്ള 4 സീറ്റിലെ ഫലസൂചന വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്നാണ് നില. എന്തായാലും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ മൊത്തത്തിൽ LDFന് ആശ്വാസദായകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലെ മൊത്തം വാർഡുകളുടെ എണ്ണം 17,337 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരം UDF അതിൽ 23 വാർഡുകളിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ UDF 23 വാർഡുകളിൽ വിജയിച്ചു. LDF 14 മറ്റു കക്ഷികൾ 6 NDA 14 വിജയിച്ചു എന്നാണ്. LDFും NDAയും 14. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം UDFന്റെ, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലെ വിവരങ്ങൾ പറയാം. UDF 24 വാർഡുകളിൽ വിജയിച്ചു. LDF 15 വിജയിച്ചു. NDA 15 വിജയിച്ചു. മറ്റു കക്ഷികളോ സ്വതന്ത്രരോ 6 വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 2267 വാർഡുകളുണ്ട്. കമ്മീഷൻ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ 346 വാർഡുകളുണ്ട്. കമ്മീഷനൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ 3240 വാർഡുകളുണ്ട്. അതിൽ 136 UDF ലീഡ് ചെയ്യുന്നു. 100 LDF ലീഡ് ചെയ്യുന്നു. 19 NDAയും 25 മറ്റു കക്ഷികളുമാണ്.
കോർപ്പറേഷനിൽ 421 വാർഡുകളുണ്ട്. അതിൽ ഒരിടത്ത് UDFന്റെ വിജയം മാത്രം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മുന്നണികൾ വിജയിച്ചിട്ടുള്ള സംഗതികളാണ് ഈ തന്നിട്ടുള്ളത്. മുന്നണികൾ വിജയിച്ച വാർഡുകളുടെ എണ്ണം മാത്രമാണ്. കമ്മീഷന്റെ അപ്ഡേഷൻ കുറച്ച് ഡിലേഡ് ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്രയും വന്നാൽ പോരാ. കാരണം 17,337 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ 24 മാത്രമല്ല എന്തായാലും ഫലം വന്നിട്ടുള്ളത്. പക്ഷേ കമ്മീഷൻ 24 ഫലം മാത്രമേ അല്ല, 24, 15, 15 മൊത്തം 54 വാർഡുകളിലെ ഫലം മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അവർ ഓരോ സെക്കൻഡിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൊത്തം 26, 16, 17, 15 അത്രേ ഉള്ളൂ. അതുപോരാ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റുകളിൽ നിന്ന് ഇത്രയും വലിയ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയിൽ 35 UDF ലീഡ് ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലും ഇപ്പോൾ UDFനാണ് ലീഡ് എന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ 59-41 എന്ന് പറയുന്നത് അത്ര വലിയ വ്യത്യാസമല്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലെയും ഒപ്പം മുനിസിപ്പാലിറ്റിയിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും വ്യത്യാസം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മഹാപതനം UDFന് സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. UDF തന്നെയും പ്രതീക്ഷിച്ചിട്ടുള്ളത് ഒരു നല്ല നമ്പറിൽ നിൽക്കുക എന്നുള്ളതായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. കോർപ്പറേഷനിൽ 3-2 എന്നാണ് സ്ഥിതി. രണ്ടിടത്ത് എവിടെയൊക്കെയാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ UDF ലീഡ് ചെയ്യുന്നത് എന്നത് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ബിജീഷ് ഗോവിന്ദന്റെ കണക്ക് നോക്കട്ടെ. കണ്ണൂരിൽ LDF 2, UDF 5. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ UDFന്റെ എഡ്ജ് പ്രകടമാണ്. അതേസമയം NDA 3 സീറ്റുകളിൽ അവരുടെ എഡ്ജ് പ്രകടമാക്കുന്നു. LDF 12, NDA 13 എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥിതി. തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് മുഹമ്മദ് ഉണ്ട് ഇടുക്കിയിൽ. ആഷിഖ്, എന്താണ് ഇടുക്കിയുടെ പൊതുചിത്രം എന്താണ്? നിഷാദ്, ഇടുക്കിയുടെ പൊതുചിത്രം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ ഒരു UDF അനുകൂല തരംഗം ഇടുക്കി ജില്ലയിൽ ഈ ഘട്ടത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും UDFന് മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 7 എണ്ണത്തിലും ലീഡ് നിലനിർത്തുകയാണ് UDF. 5 എണ്ണത്തിൽ മാത്രമേ LDFന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. 2 മുനിസിപ്പാലിറ്റികളുള്ളതിൽ കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ലീഡ് നേടിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിൽ തൊടുപുഴ നഗരസഭയിൽ ഒരിടത്ത് മാത്രമേ LDFന് ലീഡ് ഈ ഘട്ടത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. തൊടുപുഴ നഗരസഭയിൽ 2 ഇടത്ത് NDA ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 15 ഇടത്ത് UDF ലീഡ് നിലനിർത്തുമ്പോൾ 14 ഇടത്ത് LDF ലീഡ് നിലനിർത്തുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2 ഇടത്ത് ഇടുക്കിയിലെ 2 ഗ്രാമപഞ്ചായത്തുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇടവെട്ടി പഞ്ചായത്തിലും കൂടാതെ മറ്റൊരു പഞ്ചായത്തിലും NDA ലീഡ് നിലനിർത്തുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ വലിയ തിരിച്ചടി ഈ ഘട്ടത്തിൽ LDFന് ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്തുകൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 4 ഇടത്ത് UDF ലീഡ് നിലനിർത്തുന്നു. ഒരിടത്ത് മാത്രമേ LDFന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ മൊത്തത്തിൽ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിനേക്കാൾ വലിയൊരു തിരിച്ചടി തവണ LDFന് ഉണ്ടായിട്ടുണ്ട്. UDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇടുക്കി ജില്ലയിൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും തന്നെയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFനായി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഇടുക്കിയിൽ UDFന്റെ മുന്നേറ്റം പ്രകടമാണ്. UDFന് അനുകൂലമായിട്ടുള്ള ഒരു മൂഡ് ഇടുക്കിയിൽ പ്രകടമാണെന്ന് ആഷിഖ് ചൂണ്ടിക്കാണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF 12, UDF 5, NDA 14 എന്നാണ് ഇപ്പോഴത്തെ നില. മൊത്തം 17, 14. ഓക്കെ, 41 സീറ്റുകളിലെ ഫലസൂചന പുറത്തു വരുമ്പോഴാണ് ഈ കണക്കെന്ന് കാണാം. ബാക്കി സ്ഥലത്തേയും കൂടി പുറത്തു വരാനുണ്ട്. കണ്ണൂരിലെ UDFനാണ് ലീഡ്. അപ്പൊ നോക്കൂ, ഇവിടെ LDF കോർപ്പറേഷനിൽ 3, UDF 2 എന്നാണ് സ്ഥിതി. മുനിസിപ്പാലിറ്റിയിൽ 36, 33. ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന പോരാട്ടത്തിന്റെ ഒരു വേദികയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കാണാം. ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് 62, UDFന് 42. അപ്പസമയം ഗ്രാമപഞ്ചായത്തിൽ 238, 184 എന്ന് വെച്ചാൽ ഒരു വലിയ അകലമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് കാണാം. അതേസമയം ഇപ്പോഴും ഒരു ആധികാരികമായിട്ടുള്ള ഒരു നമ്പർ എടുത്ത് മുന്നിൽ നിൽക്കാൻ എവിടെയെങ്കിലും കഴിയുന്നില്ല UDFന് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 കോർപ്പറേഷനിലെ ഫലം വരുമ്പോൾ 3-2 എന്നതാണ് സ്ഥിതി. മുനിസിപ്പാലിറ്റിയിൽ 33, 36, ജില്ലാ പഞ്ചായത്തിൽ 6, 7. ഏതാണ്ട് ഇഞ്ചോടിഞ്ചെന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ കൂടി നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അതായത് തിരുനെല്ലിയിൽ BJPക്ക് ലീഡുണ്ട്. വയനാട്ടിലെ പുളിയാറന്മലയിൽ BJPക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്. പന്തളത്ത് BJP അവരുടെ ഭരണം നിലനിർത്തുന്നതിന്റെ മൂടാണ് ഇപ്പോൾ കാണുന്നത്. പാലക്കാട്ടെ സ്ഥിതി എന്താണ് എന്ന് നോക്കണം. ഷൊർണൂരിൽ BJPക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്.
അതേസമയം കായംകുളത്ത് UDF-ന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. അപ്പം BJP-യെ സംബന്ധിച്ചും അവർക്ക് പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ചില പോയിന്റുകളിൽ അവർ വിജയിക്കുന്നുണ്ട് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. അപ്പോൾ നെടുമങ്ങാട് നഗരസഭയിൽ ലീഡ് LDF-നാണ്. നോക്കൂ, ജില്ലാ പഞ്ചായത്തുകളിൽ UDF-നാണ് ഇപ്പോൾ ലീഡ് 6-7. ഫൈസലെ